പ്രോത്സാഹനങ്ങൾ അടുത്ത ചലനാത്മകതയ്ക്കുള്ള കരുത്താണ്. അത് തുടർന്നുള്ള ചലനങ്ങളെ നടനാത്മകവും മനോഹരവുമാക്കുന്നു. ആശ്രമത്തിൽ മറ്റാരാലും അംഗീകരിക്കപ്പെടുന്നില്ല എന്ന നിരാശയിലായിരുന്നു ആ സന്യാസി. ഇത് മനസ്സിലാക്കിയ ഗുരു അയാളെ ഉൾവനത്തിലേക്ക് അയച്ച് അവിടെ പൂത്തു നിൽക്കുന്ന പൂക്കളിൽ മനോഹരമായതിനെ പ്രാർത്ഥനാവേളയിൽ പുഷ്പമാല്യമായി സമർപ്പിക്കാൻ ഇറുത്തുകൊണ്ടുവരുവാൻ പറഞ്ഞു. കാട്ടിനുള്ളിൽ താൻ ഇതുവരെ കാണാത്ത മനോഹര പുഷ്പങ്ങളെ കണ്ട് അയാളുടെ നിരാശ അപ്രത്യക്ഷമായി. ഗുരു പറയാതെ പറഞ്ഞത്, ആരും കാണാതെ പോയ കാട്ടിലെ ഈ മനോഹര പുഷ്പം നീ തന്നെയാണ്. തുടർന്ന് അയാളുടെ വാക്കുകൾ സംഗീതാത്മകവും ചലനം നടനാത്മകവുമായി. എ ഫ്ലവർ ചലഞ്ച്. Encourage others. Let them bloom and spread their fragrance. മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുക. അവരും പുഷ്പങ്ങൾ കണക്കെ സൗരഭ്യം പരത്തട്ടെ.